കോൺഗ്രസ് പ്രകടന പത്രികയിൽ പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെട്ടിട്ടില്ല. പ്രകടന പത്രികയിൽ നിന്ന് പൗരത്വ ഭേദഗതി നിയമം ദേശീയ നേതൃത്വം ഒഴിവാക്കിയതോടെ വെട്ടിലായി കഴിഞ്ഞിരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം. സിയെക്കുറിച്ച് ഒരു വാക്കുപോലും കോൺഗ്രസ് പ്രകടന പത്രികയിലില്ല. ഇതോടെ കേരളത്തിൽ സജീവമായി വിഷയം ഉയർത്തിയ നേതൃത്വമാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഇവരുമായി MK വിനോദാണ് ചേരുന്നത്. വിനോദ്, ഗുഡ് മോർണിംഗ്. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാനത്ത് ഈ ഒരു വിഷയം സജീവമാക്കി തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ നീക്കമാണ് ദേശീയ നേതൃത്വം ഒരക്ഷരമിണ്ടാത്ത ഒരു സാഹചര്യത്തിൽ വെട്ടിലായിരിക്കുന്നത്, പ്രതിസന്ധിയിലായിരിക്കുന്നത് അല്ലേ? അത് വരും ദിവസങ്ങളിൽ പ്രചാരണത്തിലടക്കം ഏത് രീതിയിൽ പ്രതിഫലിക്കാൻ തന്നെയാണ് സാധ്യതയും? സുരേഷ്, തീർച്ചയായിട്ടും നമുക്കറിയാം പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കുന്നതിനെ സംബന്ധിച്ച അല്ലെങ്കിൽ രാജ്യത്തൊട്ടാകെ നടപ്പാക്കുന്നതിനെ സംബന്ധിച്ച വലിയ വിവാദങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് സംസ്ഥാന സർക്കാർ, പിണറായി സർക്കാർ ആദ്യമേ തന്നെ അറിയിച്ചിരിക്കുന്നു. പക്ഷേ ആ വിഷയം ഉയർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാക്കാൻ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഒരു ശ്രമമുണ്ടായി. പ്രത്യേകിച്ചും മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ UDF-ലുണ്ട്, കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF-ലുണ്ട്. അതുകൊണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ പരമാവധി സമാഹരിക്കാൻ ഈ പൗരത്വ ഭേദഗതി നിയമം മുസ്ലിം വിരുദ്ധമാണ്, മുസ്ലിം ജനതയെ പ്രത്യേകിച്ചും ഭാരതത്തിലെ പൗരത്വത്തിൽ നിന്നും ഒഴിവാക്കുന്ന ഒരു നിയമമാണ് തുടങ്ങിയ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രതിഫലിപ്പിച്ച് പരമാവധി ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കാൻ ഒരു ശ്രമമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. അത് വ്യാപകമായി തന്നെ കോൺഗ്രസിൻ്റേത് അല്ലെങ്കിൽ UDF-ൻ്റെ അടക്കമുള്ള എല്ലാ മണ്ഡലങ്ങളിലും 20 മണ്ഡലങ്ങളിലും പൗരത്വ വിഷയം വലിയ വിഷയമാക്കി ഉയർത്തിക്കൊണ്ട് വലിയ ക്യാമ്പയിനും വലിയ സമ്മേളനങ്ങളും ഒക്കെ തന്നെ ഇരു മുന്നണികളും ഒക്കെ നടത്തിയിരുന്നു. പ്രത്യേകിച്ചും കോൺഗ്രസ് ഈ വിഷയം ഉയർത്തിക്കൊണ്ട് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ നിന്ന് പരമാവധി വോട്ടുകൾ സമാഹരിക്കാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ഇന്നലെ കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക പുറത്തു വരുമ്പോഴാണ് ഇതേപ്പറ്റി യാതൊരു പരാമർശവുമില്ല. പൗരത്വ ബിൽ നടപ്പാക്കുമോ ഇല്ലയോ തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല. അതുകൊണ്ട് കോൺഗ്രസിന് അക്കാര്യം സംസ്ഥാനത്ത് എത്രമാത്രം ഉയർത്തിക്കൊണ്ട് വരാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ വലിയ സന്ദേഹമുണ്ട്, സംശയമുണ്ട്. കാരണം ദേശീയ തലത്തിൽ പോലും ഇതൊരു വിഷയമാക്കുന്നില്ല. നമുക്കറിയാം കേരളത്തിൽ നിന്നാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത്, അദ്ദേഹം വയനാട്ടിൽ നിന്ന് മത്സരിക്കുന്നു. അതേപോലെ തന്നെ പാർട്ടിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാലും കേരളത്തിൽ നിന്നുള്ള ആളാണ്. അദ്ദേഹം ഇത്തവണ ആലപ്പുഴയിൽ നിന്ന് മത്സരിക്കുന്നു. ഇങ്ങനെ കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കളായിട്ടുള്ള 2 പേർ കേരളത്തിൽ നിന്ന് മത്സരിക്കുന്നു. പക്ഷേ അവരുടെ ദേശീയ പ്രകടന പത്രികയിൽ പൗരത്വ ഭേദഗതി നിയമത്തെപ്പറ്റി പരാമർശമേ ഇല്ല. പക്ഷേ കേരളത്തിൽ വളരെ സജീവ ചർച്ചയാക്കിക്കൊണ്ട് ഇടതുപക്ഷം, പ്രത്യേകിച്ചും CPM ഈ വിഷയത്തിൽ വലിയ സമ്മേളനങ്ങൾ, മുഖ്യമന്ത്രി തന്നെ പങ്കെടുക്കുന്ന പ്രത്യേക യോഗങ്ങളെല്ലാം തന്നെ ന്യൂനപക്ഷ മേഖലകളിൽ നടത്തുന്നുണ്ട്. അവർ വ്യക്തമായ ഇതേപ്പറ്റി വലിയ എതിർപ്പ് ഉയർത്തിക്കൊണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുമുണ്ട്. പക്ഷേ കോൺഗ്രസിന് ഇനി എത്രമാത്രം ഈ വിഷയം ഉയർത്തിക്കൊണ്ട് വരാൻ പറ്റുമെന്നുള്ള കാര്യം സംശയമാണ്. കാരണം ദേശീയ നേതൃത്വം ഇന്നലെ അവർ പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ പൗരത്വ ഭേദഗതി നിയമത്തെപ്പറ്റി യാതൊരു പരാമർശവുമില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് കേരളത്തിൽ ഇത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ്. അത് ഇനി സജീവമാക്കി അവർക്ക് തെരഞ്ഞെടുപ്പിൽ ഉയർത്താനുമാവില്ല. കാരണം പ്രകടന പത്രികയിൽ പോലും പറയാത്ത ഒരു കാര്യം എങ്ങനെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ചർച്ചയാക്കും എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച വലിയ തലവേദന തന്നെയാണ്. KP അത് തന്നെയാണ് പ്രകടന പത്രികയിൽ പറയാത്ത കാര്യം എങ്ങനെ ജനസമക്ഷം വയ്ക്കുമെന്നതാണ് സംസ്ഥാന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത്, പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. MK വിനോദാണ് വിവരങ്ങൾ നൽകിയത്.